കേതു നൽകും രാജയോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ? പൊതുവായി ജ്യോതിഷത്തിൽ ശനി ദശ എന്ന് കേട്ടാൽ തന്നെ എല്ലാവരും ഭയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കേതു ദശ എന്ന് കേട്ടാലും ഭയപ്പെടും. ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ച് വെച്ചതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു. കേതു എന്നാൽ ഡിറ്റാച്ച്മെൻറ്റ്, അതായത് അകറ്റി നിർത്തുക, ലൗകിക ജീവിതത്തിൽ നിന്നും അകറ്റുക. ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും ആത്മീയതയാണ് സത്യമെന്നും മറ്റൊന്നും ശാശ്വതമല്ലെന്നും നമുക്ക് കാണിച്ചു തരുന്ന ഗ്രഹമാണ് കേതു. അപ്പോൾ കേതു ദശയിൽ എല്ലാം നഷ്ടപ്പെടും, രോഗദുരിതങ്ങളുണ്ടാവും, കേസ് വഴക്കുകൾ വരും, അപമാനം, സാമ്പത്തിക നഷ്ടം എല്ലാം നഷ്ടപ്പെട്ട് റോഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നൊക്കെ ഭയപ്പെടുന്നവരുണ്ട്. എന്നാൽ കേതു ദശ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? ജ്യോതിഷത്തിൽ ഇത് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് വലിയ ജ്യോതിഷ അറിവൊന്നും വേണ്ട. ജാതകത്തിൽ, അതായത് നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്നും 3, 6, 11 വീടുകളിൽ കേതു നിൽക്കുകയാണെങ്കിൽ, അതുപോലെ അതിൻ്റെ ദശാകാലത്ത് ഒരു തരത്തിലും കേതു നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. എന്നാൽ ഇത് 100% ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. കാരണം ജ്യോതിഷത്തിൽ ഏത് ഫലമായാലും 100% ശരിയാണെന്നൊന്നുമില്ല. ഒരു 10-20% മാറ്റമുണ്ടാകും. അങ്ങനെയുള്ള ജാതകവും ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. എന്നാലും കേതു ലഗ്നത്തിൻ്റെ 3, 6, 11 വീടുകളിൽ നിന്നാൽ അതിൻ്റെ ദശാകാലത്ത് മോശം അനുഭവങ്ങൾ തരില്ല. എന്നാൽ ചില ജാതകർക്ക് കോടീശ്വര യോഗം വരെ കേതു നൽകാറുണ്ട്. അതിന് ജാതകത്തിലെ കേതുവിനെ പൂർണ്ണമായും വിശകലനം ചെയ്യേണ്ടതായി വരും.